അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. അപ്പം നമസ്കാരത്തിൻ്റെ വിശദവിവരത്തിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ എല്ലാ നബിമാരുടെ ഉമ്മത്തികൾക്കുള്ളതും എല്ലാ നബിമാരോടും കൽപ്പിക്കപ്പെട്ട ഒന്നാണ് നമസ്കാരം. മുസൽമാൻ ഒരു നിലക്കും ഒഴിവാക്കാൻ സാഹചര്യമില്ലാത്ത ഒന്നാണ് ഫർദ് നമസ്കാരം. അക്കാര്യം പ്രത്യേകം കണക്കിൽ വെക്കണം. പിന്നെ നമ്മുടെ ഇബാദത്ത് നിസ്കാരം എന്നല്ല, നോമ്പല്ല, ഏതൊരു വിഷയം എടുത്ത് നോക്കിയാലും അതിലൊരുപാട് ഭൗതികവും മറ്റുള്ളവരെ പൂജാപ്പാട്ട് പോലത്തെ ഒരു സാധനമല്ല നമ്മുടെ ആരാധനകളൊന്നും. ഈ നമസ്കാരത്തിൽ ശാസ്ത്രീയമായ വശങ്ങൾ ഇത്ര അടങ്ങിയിട്ടുണ്ട്. നമ്മൾ നോക്ക്, ഒരു മുസൽമാൻ്റെ നിസ്കാരത്തിൽ വൃത്തി എന്തെല്ലാം നമ്മൾ ശുചീകരണമൊക്കെ പണ്ട് പറഞ്ഞല്ലോ. ഒരാൾ നിസ്കരിക്കണമെങ്കിൽ ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി, നജസ്, അഴുക്കെല്ലാം വൃത്തിയാക്കണം. ഈ പറഞ്ഞ മൂത്രവും കാഷ്ടമൊന്നും അല്ലെങ്കിലും നടത്തത്തിലും യാത്രയിലും വേർപ്പും പൊടിയും കച്ചരിയും പാർന്നൊരു മനുഷ്യന്, ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യൻ വസ്ത്രം കൊണ്ട് മറയാത്ത സ്ഥലങ്ങൾ ഒന്ന് നോക്കിയാൽ, ഒരു സാധാരണ മനുഷ്യൻ ഏതാ, ആണായാലും പെണ്ണായാലും മിക്കവാറും ഇപ്പോഴല്ലേ തലമുറക്കാത്തവർ കൂടുതലുള്ളത്, മിക്കവാറും ഷർട്ട് അരക്കൈ മുതൽ ഇങ്ങോട്ട്, മുട്ട മുതൽ ഇങ്ങോട്ട് പുറത്തുണ്ടാവും. കാലിൻ്റെ നെരിയാൻ്റെ താഴെയുള്ള സ്ഥലം ബാക്കിയുണ്ടാവും, മുഖം ബാക്കിയുണ്ടാവും. അത്ര ഇല്ലേ? ഇന്നത്തെ ടൗണിലും അവിടെ ഇവിടെയും പെട്രോൾ പുകയും പലതും പല പൊടികളും പലതും ശ്വസിക്കുന്ന നമ്മുടെ ശരീരം, വേർപ്പും പൊടിയും അഴുക്കും പാറിപ്പറക്കുന്ന സ്ഥലം 15 പ്രാവശ്യം ഒരു ദിവസം കഴുകുന്ന ഒരുത്തൻ മുസ്ലിമല്ലാതെ വേറെ ആരാ? മറ്റേതൊരു മത്സരം അവർക്ക് സാധാരണ ഉദ്യോഗസ്ഥന് ഓഫീസിലേക്ക് പോകുമ്പം, സ്കൂളിലേക്ക് പോകുമ്പോൾ രാവിലെ ഒന്ന് കുളിച്ച് പോകും, ചിലപ്പോൾ പിറ്റേന്ന് രാവിലെ കുളിക്കും, ഭക്ഷണം കഴിക്കുമ്പം വായും ഒന്ന് കഴിക്കും. മറിച്ച് ദേഹത്തിൻ്റെ വസ്ത്രം കൊണ്ട് മൂടാത്ത ഭാഗങ്ങൾ, ബാക്കിയെല്ലാം വസ്ത്രത്തിൻ്റെ മേലാണല്ലോ നമ്മുടെ വഴുക്കും വേർപ്പും പൊടിയും പിടിക്കും. ദേഹത്തിൽ പൊടിവാറിപ്പൊടിക്കുന്ന സ്ഥലങ്ങൾ 15 പ്രാവശ്യം. മുഖം, അത് ആരും മുഖം മൂടി നടക്കലില്ലല്ലോ ആരും. മുഖം 15 പ്രാവശ്യം. മൂക്കിൻ്റെ ദ്വാരം 15 പ്രാവശ്യം മൂക്കിൽ വെള്ളം കയറ്റിയിട്ട് പിഴിയണം. അത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മൂക്കിലാണല്ലോ എല്ലാ പൊടി പടലങ്ങളും ശ്വസിക്കുന്നത്, പെട്രോൾ പുകയൊക്കെ. അപ്പോൾ ഈ വിഷങ്ങളും മറ്റും ശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ മൂക്കിൻ്റെ ദ്വാരം ഒരു ദിവസം 15 പ്രാവശ്യം ചുരുങ്ങിയതാണ് പറയുന്നത്. ദുഹാ നിസ്കരിക്കുന്നവരുണ്ട്, അഭാവം നിസ്കരിക്കുന്നുണ്ട്, വേറെ സുന്നത്ത് നിസ്കരിക്കുന്നവരുണ്ട്, ഭക്ഷണം കഴിക്കുമുണ്ട്. 15 പ്രാവശ്യം കഴുകുമ്പോൾ അവൻ്റെ ദേഹത്തിലുള്ള എത്ര രോഗാണുക്കൾ അവിടെ നിന്ന് അങ്ങോട്ട് ശുദ്ധിയായി. നമ്മളൊന്ന് മനസ്സിലാക്കുക, കാല് ഒരു ദിവസം 15 പ്രാവശ്യം കഴുകണം. ഒരു മുസൽമാനല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം കഴിക്കുമ്പോൾ മുഖവും കയ്യും തന്നെ വെക്കുക. കുടിക്കാൻ പോകുമ്പോൾ കാല് കഴുകുന്നതിനാണ്ട് പറ്റുന്ന കാല് കഴുകേണ്ട ആവശ്യം? ഒരു മുസൽമാന് കാല് 15 പ്രാവശ്യം കൈ കൊണ്ട് ഉരച്ച് കഴുകണം. അങ്ങനെയാണ് നമ്മുടെ സുന്നത്ത്. 5 വിരലിൻ്റെ ഇടയിൽ കൈയിട്ട് കഴുകി വൃത്തിയാക്കണം. ചുരുക്കം പറഞ്ഞാൽ എത്രയോ മാരകമായ രോഗങ്ങൾ മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകാൻ കാരണം നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ. ദന്തശുദ്ധീകരണം, പല്ല് വൃത്തിയാക്കി, മൂക്ക് വൃത്തിയാക്കി, തല ഫുൾ തടുക. തലയിലാണല്ലോ, ചിലപ്പം തല മുറിച്ചാതാകുമ്പം തല മറക്കില്ല. തല ഫുൾ ഒരു പ്രാവശ്യം തടകിയാൽ പാറിപ്പിടിച്ച പൊടിയെല്ലാം ഇതിലങ്ങോട്ട് പോയി. ചെവി 3 പ്രാവശ്യം ചെവിൻ്റെ ഉള്ളും പുറവും കഴുകൽ സുന്നത്താണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദേഹം കൊണ്ട് വസ്ത്രം കൊണ്ട് മൂടാത്ത എല്ലാ സ്ഥലങ്ങളും നിർബന്ധമായും 15 പ്രാവശ്യം കഴുകുന്ന ഒരു മുസൽമാൻ്റെ ദേഹത്തിൽ നിന്ന് എത്രയോ രോഗാണുക്കളും അഴുക്കുകളും ദൂരീകരിക്കപ്പെടുന്നുണ്ട്. അതൊരു കാര്യം. പിന്നെ നമസ്കാരത്തിൻ്റെ ബാക്കിയുള്ള കാര്യം നമുക്ക് പറയാം. സുജൂദ്, റുക്കൂ, സുജൂദ്, ഇതെല്ലാം ഇപ്പോൾ യോഗ നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ സംസ്കൃതത്തിൻ്റെ ആളും നമ്മുടെ ഹൈന്ദവ സുഹൃത്തുക്കൾക്ക് യോഗ എന്നിട്ടുണ്ടല്ലോ. യഥാർത്ഥ നിസ്കാരം കൃത്യമായി ചെയ്യുന്ന ഒരാൾക്ക് യോഗ ആവശ്യമില്ല എന്ന് ഹൈന്ദവ വർഗത്തിൽപ്പെട്ട നല്ല വൈദ്യന്മാർ വന്ന്. മുസൽമാന് യോഗ ആവശ്യമില്ല, അവർ നിസ്കാരം കൃത്യം ചെയ്യുകയാണെങ്കിൽ. നമ്മുടെ നിസ്കാരം ശംസുല്ലമോണ്ട് പറഞ്ഞ മാതിരി നിൻ്റെ നിസ്കാരം കവാത്താന്ന് പറഞ്ഞില്ല. നമ്മളൊരു അത് കവാത്തല്ലേ. സുജൂദ് എങ്ങനെ കാര്യം വെക്കൽ, എങ്ങനെയാണ് സുജൂദ് പോരി? ആ പറയേണ്ട പ്രകാരം ശരിക്കും നിവർന്ന് കണ്ണ് പടിഞ്ഞാ സുജൂദിൻ്റെ മഹല്ലിലേക്ക് അറ്റൻഷനായി നിന്ന് സുജൂദിൽ റുക്കൂയിലും കൈ വെക്കേണ്ട പ്രകാരം വെക്കുക. മുട്ടിന് കൈവച്ച് മുട്ടകത്തി വെച്ച് സുജൂദിലേക്ക് പോകുമ്പം കാലിൻ്റെ വിരലുകൾ ഭൂമിയിൽ അമർത്തി വെച്ച് നിസ്കരിക്കുന്നതിന്
ശാരീരിക ശാസ്ത്രം അറിയുന്ന വൈദ്യന്മാർ ചോദിച്ചറിയാം. അതുകൊണ്ട് ആ വൈദ്യന്മാർ പറയുന്നു, അത് വൈദ്യർ പേര് ഞാൻ മറന്നുപോയി, മുസ്ലിങ്ങൾക്ക് യോഗ ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഇതെല്ലാം പറയാൻ മാനസിക വിഷയം ഇൻഷാ അല്ലാഹ് ഞാൻ പിന്നീട് വിവരിക്കാം. അപ്പോൾ ഇങ്ങനെ പല ഗുണങ്ങളും. അപ്പോൾ സാധാരണയുള്ള മറ്റുള്ളവർ പൂജാപ്പാട്ടല്ല നമ്മുടെ ആരാധന, ഭൗതികമായി തന്നെ ഒരു നമുക്കറിയാമല്ലോ. നമ്മൾ നോക്ക്, ഞങ്ങൾ ഓതാൻ പോകുന്ന അവസരത്തിൽ ആദ്യം സാധാരണക്കാർ ഇപ്പം അത് കുറവാണ്, ഇപ്പോൾ കളിയാക്കലാ. മുത്താരിങ്ങൾക്ക് ഇപ്പോൾ ചൊറിയാന്ന് ചോദിച്ചലാണ്, വേർപ്പില്ല, പിത്തം പിടിച്ചിട്ട് കൊതക്കും എന്നൊക്കെ ഞങ്ങളെല്ലാം കളിയാക്കിയിരുന്നു, ബന്ധുക്കളെല്ലാം. പരിസരത്തുള്ള ആളുകൾ പിത്തം പിടിച്ചവർ നടക്കാൻ കതക്കും. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഈ മുദരിസായിട്ട് 60-70 കണ്ണിയത്തുസ്താദിനെ പോലുള്ള ആളുകൾ, സമസ്തൻ്റെ സ്റ്റേജിലുള്ള പ്രായമുള്ള ആളുകൾ 90, 75, 85 ആയിട്ടില്ലേ മരിക്കുന്നത്. നവരന്താദിനോ ഇല്ലാണ്ട് രോഗം പിടിച്ച് മനസ്സിലാണ്. അറ്റാക്ക് മൊയിലാമാർക്കുണ്ടാകുന്നുണ്ടല്ല, ഷുഗർ എല്ലാത്തർക്കുണ്ട്, പ്രഷർ എല്ലാത്തർക്കുണ്ട്. ഇത് എന്താ കാരണം? പള്ളിയിലുള്ള ആൾക്ക് സുന്നത്ത് നിസ്കാരം കൂടുതലാണ്. സുന്നത്ത് നിസ്കാരം കൂടുതലാണ്, സാധാരണക്കാരെ പോലെയല്ല. ഒരുവിധം പഴയ ആളുകളൊക്കെ ഇപ്പോഴത്തെ ഞങ്ങളെപ്പോലത്തെ ഒരു കുറഞ്ഞിട്ടുണ്ടാവുമെങ്കിലും പഴയ ആളുകൾക്ക് ഒരുപാട് സുന്നത്ത് നിസ്കാരം. സ്റ്റൂളുമ വെച്ച് നിസ്കരിക്കുന്ന നമ്മുടെ സമസ്തൻ്റെ മുസാഫർ അരിമ്യങ്ങളിൽ പെരുത്താണ്ടാവുമോ? വിരലുള്ള ഒന്നാളുകൾ സമസ്തൻ്റെ ആരിമീങ്ങളല്ല, ഒരു വക ആരിമീങ്ങളായ പള്ളിയിലെ മുക്കരിയും കത്തിവായി ജോലി ചെയ്യുന്ന ആൾ സ്റ്റൂള് വെക്കൽ കുറവാണ്. നിങ്ങൾ ഫുട്ബോളും കളിക്കുന്നു, കൈക്കോടുക്കുന്നു, കൊത്തുകയും ചെയ്യുന്നു, കളിക്കുകയും ചെയ്യുന്നു, പച്ചക്കറി നിന്ന് രാവിലെ ഓട്ട മത്സരം, രാവിലെ നടക്കൽ, വൈകുന്നേരം കളി, എല്ലാ വ്യായാമം നിങ്ങൾക്കോ. ഇന്ന് നിങ്ങൾ വെച്ചാൽ നിങ്ങൾ സാധാരണക്കാർ പകുതിയാളും 45-35 വയസ്സുള്ള ആളുടെ പള്ളിയിൽ നിന്ന് സ്റ്റൂളിട്ട് നിസ്കരിക്കുന്നത്. ഈ മൊയിലാമാർ നോക്കിയാൽ പഴയ കൃത്യം നിസ്കരിക്കുന്ന മൊയിലാമാറും അല്ലാത്ത പഴയ സുന്നത്തെല്ലാം ധാരാളം നിസ്കരിക്കുന്ന വയസ്സന്മാർ ആർക്കും സ്റ്റൂൾ വെക്കേണ്ടി വന്നിട്ടില്ല. കൃത്യമായ നിസ്കാരം, അതിൻ്റെ അവയവങ്ങൾ സുജൂദിൽ കൈവെക്കാൻ പറഞ്ഞതുപോലെ ഒക്കെ ചെയ്തുകൊണ്ട്, അതുപോലെ കാല് വെക്കാൻ പറഞ്ഞതുപോലെ വെച്ച് നിസ്കരിക്കുന്നവർക്കാണെങ്കിൽ ഈ വക രോഗങ്ങളും ഇല്ല എന്നുള്ളതാണ് കണ്ണിയത്ത് ഉസ്താദ് കുത്തിബെ തങ്ങളടക്കം വലിയ വലിയ ആബിദീങ്ങളായ ആലിമീങ്ങളെല്ലാം 90 വയസ്സായിട്ടാണ് മരിച്ചിട്ടുള്ളത്. അവർ പിത്തം പിടിച്ചു പോയിട്ടില്ല. അവർക്ക് ഫുട്ബോൾ ഞങ്ങൾക്കറിയാം, എനിക്ക് ഫുട്ബോൾ അറിയില്ല, സംഗതി പറയാം. എനിക്ക് ഫുട്ബോളിൻ്റെ ഘാതം തന്നെ അറിയില്ല, കളി ഇത് കണ്ടിട്ടില്ല, ഒരു ഇട്ട് കളിക്കാൻ പോയിട്ടില്ല. എന്നിട്ടും പടച്ചോൻ സഹായിച്ചിട്ട് പറയത്തക്ക ആരോഗ്യം. ഷുഗറും പ്രഷറും അറ്റാക്കും ഇന്ന് എല്ലാവർക്കും ഉള്ളതാണ്, ഡോക്ടർക്കുണ്ട്, എൻജിനീയർക്കുണ്ട്, എല്ലാത്തവർക്കുണ്ട്. മറിച്ച് കതപ്പോ അതോ ഇത് സ്റ്റൂള് വെച്ച് നിസ്കരിക്കേണ്ടി വരുന്നത് നിങ്ങൾ എല്ലാ വ്യായാമം ചെയ്ത സാധാരണക്കാർക്കാണ്. കാരണം നിസ്കാരത്തിൽ കയ്യും കാലും വെക്കുന്നതിലൊക്കെ ഒരുപാട് അശ്രദ്ധ അത് നടക്കുന്നുണ്ട്. അപ്പം ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഈ ശാസ്ത്രീയ നേട്ടമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭാഗത്തെടുത്ത് ആഹൃത്തെ കൂടിയിട്ടുള്ള അക്കാര്യം എല്ലാ രംഗത്തും മനസ്സിലാക്കേണ്ടതാണ് എല്ലാവരും. നിസ്കാരം, നോമ്പ്, ഇതിലൊക്കെ ശാസ്ത്രീയമായ കുറേ ഗുണങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ നമസ്കാരത്തിന് 14 ഫർളുകളാണ്. അതൊന്നും നീട്ടി വിശദീകരിച്ച് എണ്ണി പറയുന്നില്ല. നിസ്കാരത്തിൻ്റെ നിയ്യത്ത് ഒന്നാമത്തെ വിഷയം. ഇന്ന നിസ്കാരം ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു, ഇതാണ് ഫർദിൻ്റെ നിയ്യത്ത് നമ്മുടെ കാര്യം. ളുഹർ എന്ന ഫർദ് 4 റക്അത്ത് അതാ ആയിട്ട് കിബിലാക്ക് മുന്നിട്ടുകൊണ്ട് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു. ഇതെല്ലാം സുന്നത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ന നിസ്കാരം എന്നും ഞാൻ നിസ്കരിക്കുന്നു എന്നും ഫർദാണെങ്കിൽ ളുഹർ എന്ന ഫർദ് ഞാൻ നിസ്കരിക്കുന്നു, അസ്ർ എന്ന ഫർദ് ഞാൻ നമസ്കരിക്കും. ഇത് മൂന്നും പറ്റിയാണ്. ഞാൻ ളുഹർ നിസ്കരിക്കുന്നു മാത്രം പറഞ്ഞാൽ പോരാ, അസ്ർ നിസ്കരിക്കുന്നു മാത്രം പറഞ്ഞാൽ പറയേരെ സുന്നത്തേ ഉള്ളൂ, വായി കൊണ്ട് കരുതുക. അപ്പോൾ ഒന്നാമത്തെ നിസ്കാരത്തിൽ നിയ്യത്ത് ഫർദായി, ഒന്നാമത്തെ ഫർദ് നിസ്കരിക്കാൻ, ഞാൻ ഫർദ് നിസ്കരിക്കുന്നു എന്നുള്ള നിയ്യത്ത് ചെയ്യലാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ.